എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേരള പി എസ് സിയുടെ ഒരു അടിപൊളി പോസ്റ്റാണ്. കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ്, ക്ലർക്ക്, ടൈപ്പിസ്റ്റ്, സ്റ്റെനോഗ്രാഫർ തുടങ്ങിയവയാണ് ആ പോസ്റ്റുകൾ. ടൈപ്പിങ്ങും അതുപോലെ ഷോർട്ട് ഹാൻഡും അറിയുന്നവർക്ക് ഇത് നല്ലൊരു അവസരമാണ്. അപ്പോൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ എളുപ്പമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ സിലബസിൽ മാത്സ് ഇല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സിലബസ് എന്താണ് എന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയാം, SSLC ആയിരിക്കും ഇതിൻ്റെയൊക്കെ ക്വാളിഫിക്കേഷൻ. പിന്നെ വേണ്ടത് KGTൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. KGTൻ്റെ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ കേരള ഗവൺമെൻറ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അത് പ്രൊവൈഡ് ചെയ്യുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ്റെ കീഴിലുള്ള ഗവൺമെൻറ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ പോളിടെക്നിക്ക് തുടങ്ങിയ സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതിൽ നിന്ന് ഷോർട്ട് ഹാൻഡും ടൈപ്പ് റൈറ്റിങ്ങും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റിൻ്റെ ക്വാളിഫിക്കേഷൻസ് നോക്കാം. ബേസിക് ക്വാളിഫിക്കേഷൻ SSLC ആണ്. KGT കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ, KGT കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ഹയർ, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ. അടുത്തത് ടൈപ്പിസ്റ്റ്, ക്ലർക്ക് ടൈപ്പിസ്റ്റ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻസ് KGT കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ലോവർ, KGT ടൈപ്പ് റൈറ്റിംഗ് മലയാളം ലോവർ, KGT ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവർ, SSLC. ഇനി നമുക്ക് സിലബസ് നോക്കാം. സിലബസ് പ്രകാരം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ എക്സാം എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ചാൽ മെയിനായിട്ടും ചോദിക്കുന്നത് കുറച്ച് കറണ്ട് അഫെയേഴ്സ് ചോദിക്കും, പിന്നെ GK കുറച്ച് ചോദിക്കും, ഇംഗ്ലീഷ് ഉണ്ട്, പിന്നെ പ്രധാനമായിട്ടും ചോദിക്കുന്നത് ടൈപ്പ് റൈറ്റേഴ്സിൻ്റെ പാർട്സ്, അതുപോലെ വേർഡ് പ്രോസസ്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് സിലബസിലേക്ക് നോക്കാം. പാർട്ട് 1 ജനറൽ നോളജ്, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ, ജോഗ്രഫി ഓഫ് ഇന്ത്യ, ഫിസിക്കൽ ഫീച്ചേഴ്സ്, climate, soils, rivers, famous sites, demography, economic and social development, poverty alleviation, economy and planning, history of India, period from 1857 to 1947, national movement, 5-year plans, facts about Kerala, geographical facts, physical features, climate, soils, rivers, famous sites, economic and social development, historical importance, etc. അടുത്തത് റിനേസാൻസ് ഇൻ കേരള, ഇമ്പോർട്ടൻറ്റ് ഈവൻറ്റ്സ്, മൂവ്മെൻറ്റ്സ്, ലീഡേഴ്സ്. ബ്രഹ്മാനന്ദ ശിവയോഗി, ചട്ടമ്പി സ്വാമി, ശ്രീനാരായണ ഗുരു, വാഗ്ഭടാനന്ദ, തൈക്കാട് അയ്യ വൈകുണ്ഠർ, പൊയ്കയിൽ യോഹന്നാൻ, അയ്യങ്കാളി, പണ്ഡിറ്റ് കറുപ്പൻ, മന്നത്ത് പത്മനാഭൻ, VT പട്ടതിരിപ്പാട്, ഡോക്ടർ പൽപ്പു, കുമാരനാശാൻ, വക്കം മൗലവി, ബ്ലസ്ഡ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. പിന്നെ ചോദിക്കുന്നത് കറണ്ട് അഫെയേഴ്സ് ആണ്. ഇമ്പോർട്ടൻറ്റ് വേൾഡ്, നാഷണൽ ആൻഡ് റീജിയണൽ ഇവൻറ്റ്സ് റിലേറ്റഡ് ടു ദ പൊളിറ്റിക്കൽ ആൻഡ് സയൻറ്റിഫിക് ഫീൽഡ്സ്, സ്പോർട്സ്, സിനിമ ആൻഡ് ലിറ്ററേച്ചർ, എക്സെട്ര. അടുത്തത് കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് ആണ്. വേർഡ് 2007, എക്സൽ 2007, പവർ പോയിൻറ്റ് 2007. ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ, ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ്, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, മെമ്മറി, സ്റ്റോറേജ് ഡിവൈസസ്, latest peripherals, email, browsers, search engine, social networking, antivirus softwares, Unicode, websites, Windows, MS Word. Introduction, Word, window, title bar, ribbon, status bar, toolbar, document, create, open, save, print, close. Font, size, style, effects, formatting, paragraph, bold, italics, underline, justify, bullets and numbering, drop cap, change keys, alignment, tab setting, line spacing, character spacing, styles and editing, cut, copy, paste, shortcut keys and function keys, insert, tables, pictures, clip arts, strips, page number, headers and footers, symbols, links, word art, page layout, page size, margin, line spacing, orientation, indentation, creation of table of contents, index, footnotes and endnotes, email merge, proofreading, add or remove comments, views, different page views, guides, rulers. അടുത്തത് ഇൻട്രൊഡക്ഷൻ ഓഫ് എക്സൽ, ആഡിങ് ആൻഡ് റിമൂവിങ് വർക്ക് ബുക്ക്, റോസ് ആൻഡ് കോളംസ്, ഫോർമാറ്റിംഗ് SL, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഇൻ എക്സൽ, ചാർട്ട്സ്, പിവറ്റ് ടേബിൾ, സോർട്ട്, ഫിൽറ്റർ, കണ്ടീഷണൽ ഫോർമാറ്റിംഗ്, creating formulas, inserting date and time, data validation, shortcut keys. PowerPoint, inserting and deleting a slide, views, inserting chart, diagram,
സ്മാർട്ട് ആർട്ട്, സൗണ്ട്, വീഡിയോ, സ്ലൈഡ് നമ്പർ, ലിങ്ക്സ്, ഡേറ്റ് ആൻഡ് ടൈം, പേജ് സെറ്റപ്പ്, slide orientation, slide show, slide layout, arrange objects on the side, typewriting, history of typewriter, keys of typewriter, parts of typewriter, cleaning a typewriter, rocker mechanism, dog block, movements of typewriter, officials, abbreviation, functions of typewriter, symbols. അടുത്തത് ഇംഗ്ലീഷിൻ്റെ സിലബസ് ആണ്. സിലബസ് ബേസ്ഡ് ഓൺ ജനറൽ ഇംഗ്ലീഷ്. Module 1, Comprehension Passage. A comprehension passage is useful to test the accuracy and clarity of the student. Synonyms and antonyms can be asked from the passage. It can test the past tense, past participle of the verb of given word from the passage. Different aspects of grammatical usages can be tested to give one-word answers. Module 2, Editing. This module aims at sentence correction and the correction of a given passage. Editing, capitalization, punctuation, sentence correction, subject-verb agreement. Module 3, English usage in day-to-day affairs. Incomplete sentence in dialogues are used to complete them using question tags, usages such as had, better, not only but also, if clause, etc. കണ്ടീഷണൽ ക്ലോസസ്. പിന്നെ മൊഡ്യൂൾ 4 ഇഡിയംസ് ആൻഡ് ഫ്രേസസ് ആണ്. മൊഡ്യൂൾ 5 വേർഡ് ഓർഡർ ആൻഡ് സെൻറ്റൻസ് ഓർഡർ. ജംബിൾഡ് സെൻറ്റൻസ് ക്യാൻ ബി ഗിവൺ. എ ഗിവൺ സെൻറ്റൻസ് ഈസ് ഇൻവേർട്ടഡ് സോ ദാറ്റ് ഡിഫറെൻറ്റ് ഓപ്ഷൻസ് മേ ബി ഗിവൺ ഫോർ സെലക്ടിംഗ് ദ കറക്റ്റ് ആൻസർ. മൊഡ്യൂൾ 6 ബേസിക് ഗ്രാമർ. ആർട്ടിക്കിൾ, പ്രിപ്പോസിഷൻ, ടെൻസസ്, ക്ലോസസ്, ഫ്രേസൽ വെർബ്സ്. അടുത്തത് മൊഡ്യൂൾ 7 വോയിസ്. ചേഞ്ച് ഓഫ് വോയിസ്, ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. മൊഡ്യൂൾ 8 റിപ്പോർട്ടഡ് സ്പീച്ച്. മൊഡ്യൂൾ 9 സ്പെൽ ചെക്ക്. അപ്പോൾ ഈ സിലബസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇംഗ്ലീഷിൻ്റെ സിലബസ് സിമ്പിളാണ്. പിന്നെ കാര്യമായിട്ട് ചോദിക്കുന്നത് ടൈപ്പ് റൈറ്റിങ്ങിൻ്റെയും അതുപോലെ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെയാണ്. അത് നമുക്ക് കറക്റ്റായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ. അപ്പം ഞാൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനി ഞാൻ ഇതിൻ്റെ വേർഡ് പ്രോസസ്സിങ്ങിൻ്റെയൊക്കെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്